Good morning, sir. Yes, good morning. 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 Good morning, sir. Okay, good morning. Good morning, sir. Yes, good morning. Good morning. Yes, how are you? Fine, sir. Fine, sir. Okay, സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും എത്തിയില്ലേ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങളോട് ഞാൻ എൻ്റെ ഒരു ഓർമ്മ, ഒരു ഓണത്തെ കുറിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ. Am I right? ആ യെസ് 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 യെസ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ജോബി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യുവർ ഓണം സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ദിവസം എന്തൊക്കെ ചെയ്തു? അമ്പലത്തിൽ പോയി, പട്ടുടി. ആദ്യം വരുന്ന ആളാണ് ധൈര്യശാലി, അല്ലെങ്കിൽ ധൈര്യവാൻ. യെസ്, ആരാണ് ആദ്യം പറയുന്നത്? റെഡിയായിട്ടുള്ളത്? യെസ്, ജോബി തന്നെ പറയാം അല്ലേ ആദ്യം? ജോബി, ലിബിൻ. വേണ്ട സാർ. ഇനി വേറെ ആരാണ് അടുത്തത്? ആ, നിങ്ങൾ ആരെങ്കിലും രണ്ടുപേരും വന്നേ. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം ആരാണ് ആരാണ് ആരാണെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ്. യെസ്,
യെസ്, ഇപ്പൊ കേൾക്കാമോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാല്ലേ? ശരി ശരി, ടെക്നിക്കൽ ഇതാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഓക്കെ ഓക്കെ ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് വന്നേ. ഇത് നേരത്തെ പറഞ്ഞ ഓണത്തിന്റെ കേസിന് വേണ്ടി പറയാനല്ല കേട്ടോ, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ധൈര്യമുള്ള ആരാന്ന് അറിയില്ലേ? ഐ ആം റെഡി എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ വന്നേ. യെസ്. ഇത്രയും നാളായിട്ടും ഇതേപോലെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ആരുമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ യെസ്, ഐശ്വര്യ അജിത്. ഓക്കെ, വെരി ഗുഡ്. റെഡി, ഞാൻ റെഡി, അതാണ് ധൈര്യം. ഓക്കെ ഐശ്വര്യ, വെരി ഗുഡ് വെരി ഗുഡ്. ഐശ്വര്യ, ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം ഐശ്വര്യയോട്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയും. അപ്പൊ ആ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഐശ്വര്യ ഒറ്റക്ക് പറയണമെന്നില്ല. ഐശ്വര്യ ഒരു കാര്യം ചെയ്യുന്ന ഒരു രണ്ടുപേരെയും കൂടി വിളിച്ചു. ആർക്കും ഇഷ്ടമുള്ള രണ്ടുപേരും കൂടി വിളിച്ചു. ആരെ വേണമെന്ന് രണ്ടുപേരും കൂടി വിളിച്ചു. ഇവിടെ ആരും ഇല്ല എനിക്ക്. ഇവിടെയല്ല, ഈ ഓൺലൈനിലുള്ള ക്ലാസ്സിൽ നിന്ന് രണ്ടുപേരും വിളിക്കാനാ പറഞ്ഞത്. എനിക്ക് പരിചയത്തിലുള്ള ആരും ഇല്ല. യെസ്, അപ്പൊ ഐശ്വര്യക്ക് പരിചയത്തിലുള്ള ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാള് എന്ന് പറഞ്ഞ് ഞാൻ റെഡിന്ന് കൂടിയുണ്ടത്. യെസ്, ഒരാള് പറയേ. അനീഷ, ആർ യു റെഡി? അനീഷ, യെസ്. സാർ റെഡി അല്ലേ? ഇപ്പൊ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? സാറ് ഞാൻ ഇപ്പോഴാ കേറിയത്. കഴിഞ്ഞ ക്ലാസ്സിന് ഇല്ലായിരുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അതായത് ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഐശ്വര്യക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഐശ്വര്യ, അനീഷ, ഇനി സാർ ഇതേപോലെ ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് തന്നെ കുട്ടികളെ അപ്പൊ നോ പ്രോബ്ലം, അതൊന്നുമല്ല. യെസ്, ഇനി ഒരാളും കൂടി വേണമല്ലോ. അപ്പൊ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഞാനാ ഉള്ളത്. നസിയ, റെഡി അല്ലേ? നസിയ, ഷാനിൽ, നസിയ, ഷാനിൽ, നസിയ ഇല്ല. അപർണ, ആർ യു റെഡി? അപർണ, എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടാവും, ഒരെണ്ണം വിട്ടൂല. അപർണ, റെഡി സർ. വേറെ ഒന്നുമില്ല. ഐശ്വര്യ, അപർണ, അനീഷ. ഞാനേ ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റാണ്. അപ്പൊ ഞാൻ ഓണവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഒക്കെ ഉത്തരം പറഞ്ഞാൽ മതി. ഹലോ സാർ. ഹലോ സാറേ, മോളാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നത് കേട്ടാ. എന്തോ അർജന്റ് കാര്യത്തിനായിരിക്കും സാർ, അന്ന് അറ്റൻഡ് ചെയ്യണമായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അനീഷ് പോയിക്കോളൂ. അപ്പൊ അനീഷ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അപർണയായി ഐശ്വര്യയായി. ഓക്കെ, അപർണയായി ഐശ്വര്യ മതി, രണ്ടുപേരും മതി. അല്ലെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഒരാൾക്ക് കൂടി? ഇനി ആർക്കെങ്കിലും? ശുഷ, കെ കെ, ആർ യു റെഡി? ഓക്കെ 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 ഓക്കെ. അല്ല, ഇതിപ്പോ മ്യൂട്ട് ചെയ്തോ? ഞാൻ ചോദ്യം ചോദിച്ചതിന് ശേഷം ഓണാക്കിയാൽ മതി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പോ രണ്ടുപേരുള്ളൂ, ഐശ്വര്യമുള്ള, അപർണയുമുള്ളൂ. സോ ഐ ആസ്ക് യു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് മലയാളം പറയുന്നതല്ല, ഓൺലി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മാത്രം. അപ്പൊ ഐശ്വര്യയോ അപർണയോ ആൻസർ പറയുക. നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റിയില്ലെങ്കിലും മാത്രം ബാക്കിയുള്ളവർ പറഞ്ഞാൽ. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which state is known for the festival of Onam? കേരള.
Kerala. Correct answer. Very good. Correct answer. Correct answer. Kerala. Kerala is known for the festival of Onam. Okay. Question. Second question. The name of the king associated with the legend of Onam. The name of the king. Mahabali. Mahabali is correct answer. Okay. The ചോദ്യം മനസ്സിലാവുന്നുണ്ടെന്ന കാര്യം എനിക്ക് മനസ്സിലായി. Okay. മൂന്നാമത്തെ ചോദ്യം. Which month in Malayalam calendar does Onam fall under? Chingam. Correct answer. Very good. Joby ഒന്നല്ലേ? Okay. അടുത്ത ചാൻസ് ജോബിക്ക് തരാം. ചിങ്ങം. Yes. Okay. Next. നാലാമത്തെ ചോദ്യം. Which avatar of Vishnu is associated with the legend of Onam? Vamanan. Vamanan. ശരിയാണ്. Correct answer. Very good. Next question. The traditional, Joby correct ആണ്. The traditional floral decoration made during Onam is called Attapukalam. Yes, Pookalam. Okay. Pookalam. Okay. ശരിയാണ്. Next question. The traditional feast served during Onam is known as dash. Sadhya. Sadhya. Very good. Okay. Simple അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം വന്നല്ലേ ഇത് വിചാരിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഇത്ര എളുപ്പമായിരിക്കും ചോദിക്കുക എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആരും വന്നില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യം ചോദിക്കില്ല. ഓക്കെ, സിമ്പിൾ ആണ്. ഐശ്വര്യ അപർണ, വൺ മോർ ക്വസ്റ്റ്യൻ. How many days Onam traditionally celebrated? 10. Very good. Okay. 10 days. Okay. Yes. Okay, correct ആണ്. അപ്പൊ ഓക്കെ മതി. 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. 7 ക്വസ്റ്റ്യൻ ചോദിച്ചു. 7 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾ പറഞ്ഞു. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ. വെരി ഗുഡ്. Thank you, sir. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇനി അടുത്തതിൽ ഞാൻ ഒരാളെ വിളിക്കുകയാണ്. ജോബി ഇടയ്ക്ക് ഇതിനകത്ത് ഉത്തരം പറയണ്ടായി. അടുത്ത ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒരാളെ ഞാൻ ജോബിനെ വിളിക്കുന്നു. രണ്ടുപേരെ കൂടി ജോബി വിളിച്ചു. ഒരു വിപിൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. വിപിൻ ഓക്കെ, റെഡി അല്ലേ വിപിനെ? യു ആർ റെഡി? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ വിപിൻ ഒരാളുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ല, പിന്നെ അടുത്തത് ജോബി. ആർ യു റെഡി? Yes, sir. ജോബിയായി, വിപിനായി. ഓക്കെ, രണ്ടുപേരും മതി. 3 പേരില്ലെങ്കിലും കുഴപ്പമില്ല, 2 പേര്. ഓക്കെ, വിപിനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. The dance. Okay. First question. The dance form popularly performed by women during Onam. Tiruvazira. Tiruvazira. Sorry. Okay. Tiruvazira. It's the correct answer. Okay. Next question. The most consumed fruit during Onam season is dash. Fruit ആണോ ഫുഡ് ആണോ സർ? Fruit. 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 Banana. Yes. Banana. Banana. Okay. Correct answer. Banana. Okay. Next question. Third question. The previous. Okay, Aishwarya, correct. The previous day to Tiruvanam is known as. അത്തമാണ്. അത്തമല്ല. യെസ്. അവിട്ടം തന്നെയാണ്. അവിട്ടമല്ല. വിവിൻ. ഉത്രാടം. Yes. Correct answer. ആരാ പറഞ്ഞത് ഉത്രാടം? വൃന്ദ. ഓക്കെ. വൃന്ദ. വെരി ഗുഡ് വൃന്ദ. ഓക്കെ. നൈസ്. ഓക്കെ. ഇവര് ഉത്തരം പറയാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുത്താ കേറി പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Fourth question. The term used for the new clothes worn during Onam. Question മനസ്സിലായെങ്കിൽ കൂടി ചോദിക്കാം. Once more, sir. First one, the term used for new clothes worn, W-O-R-N, worn during Onam. Onakodi. Very good, correct answer. Onakodi, very good, correct. Here, Onakodi. Yes. Next question. Which art form performed during Onam involve the dancers painted as leopards and tigers? Pulikali. Very good, correct answer. Pulikali, very good, correct. Then one more question. The traditional song sung during Vallangali is called dash. Yes, Anisha, okay? വഞ്ചിപ്പാട്ട്. Very good, very good. Vanjipat. Adara paranjathu? Sadish Kumar. Okay. Very good. Shiriyana, correct. Vanjipat, correct answer. Okay. Then one more question. Then last question. Which day marks the start of Onam? സാർ അത്തമല്ലേ? Yes, correct answer. Attam. Which day marks the start of Onam? Okay. അപ്പോ ജോബിക്കും വിപിനും കൺഗ്രാജുലേഷൻ. ഒറ്റ ചോദ്യം പോലും ആൻസർ പുറത്തു പോയില്ല. നിങ്ങൾ ഉത്തരവൊക്കെ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. Thank you, sir. ഓക്കെ, വെരി താങ്ക് ഗുഡ്. യു. ഓക്കെ, ഞാനേ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. പലപ്പോഴും നമ്മൾ വി വിൽ നോട്ട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നമ്മൾ ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിനുള്ള മറുപടി അല്ല എഴുതുക. ആ ചോദ്യത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറെ വല്ല മറുപടിയിലോട്ട് പോകും. അപ്പൊ അത് കറക്റ്റ് പിടികിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. സാധാരണ ഇത് നമ്മൾ പറയുന്ന തമാശക്ക് പറയുന്നത് വാചകമുണ്ട്. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, പശുവിനെ കുറിച്ച് 10 വാചകങ്ങൾ എഴുതുക. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി ആദ്യത്തെ വാചകം എഴുതി. രാവിലെ തന്നെ അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങിൽ കെട്ടു. ഫസ്റ്റ് വാചകം എഴുതി. യെസ്. രണ്ടാമത്തെ വാചകം കുട്ടി എഴുതി, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. മൂന്നാമത്തെ വാചകം എഴുതി, തെങ്ങിന്റെ മുകളിലെ ഓലമടലിലെ തേങ്ങ നിവയുണ്ട്. അങ്ങനെ ഒരു 8 വാചകം തെങ്ങിനെ കുറിച്ച് എഴുതി. 10ാമത്തെ വാചകം എഴുതി, വൈകുന്നേരമാകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടും. അപ്പൊ പശു എന്ന് പറയുന്ന വേർഡ് എൻ്റെ അകത്ത് ആദ്യവും വന്നിട്ടുണ്ട്, അവസാനവും വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഐശ്വര്യയോട് ചോദിക്കുകയാണ്. ഐശ്വര്യയാണ് ഈ പേപ്പർ നോക്കുന്ന ടീച്ചർ എന്ന് വിചാരിക്കുക. എത്ര മാർക്ക് കൊടുക്കും? 2 മാർക്ക്. 2 മാർക്ക് കൊടുക്കും. ഓക്കെ, ജോബി ആണെങ്കിലോ? ഞാനൊരു വായിച്ചിട്ട് 3 to 5 വരെ കൊടുക്കും. 5 വരെ കൊടുക്കും. യെസ്, ഓക്കെ. ഇനി ഓരോരുത്തർക്കും പറയട്ടെ. ഞാൻ ഈ 2 പേരുടെ പേര് കണ്ടപ്പോൾ പറഞ്ഞു നോക്കുന്നുള്ളൂ. യെസ്, നിങ്ങളാണ് ആ പേപ്പർ നോക്കുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? വൃന്ദ പറഞ്ഞ 2 മാർക്കാണ്. യെസ്. മേരി സ്റ്റെല്ല പറയുന്നത് 0 മാർക്കാണ്. 1 മാർക്കും കൊടുക്കില്ലെന്നാണ്. യെസ്, ഓക്കെ. ഇനി ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടല്ല, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി പറഞ്ഞാൽ മതി. എന്നാലും നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പേജ് തികച്ചാൽ നമുക്ക് റെഡിയാവില്ല. സോ ഓക്കെ, അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വിജയിച്ചു. വളരെ മനോഹരമായിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞു. ഓക്കെ, ഇനി ഇതിപ്പോ ഞാനൊന്ന് രംഗമൊന്ന് സ്മൂത്ത് ആക്കിയതാണ്. ഇനി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യത്തിലോട്ട് പറയണം. Who is ready to speak about your honor celebration? Who is ready to speak about your honor celebration? അത് പറഞ്ഞപ്പോ ആരും വിടുന്നില്ല. അതൊക്കെ ആലോചിച്ച് പറയാവുന്നതേ ഉള്ളൂ. ഓണത്തിന്റെ അന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് പറയാവുന്നതേ ഉള്ളൂ. രാവിലെ എത്ര മണിക്ക് എന്നിട്ട് I got up at 6 o'clock in the morning. I took my bath and after that I went into temple with my husband, with my children.
or with my wife or with my grandparents. And after returning from the temple, we prepared the breakfast, the delicious breakfast for the family. Together we had the breakfast. After that, we cut the vegetables for Ona Sadhya. അങ്ങനെ എന്തൊക്കെ നടന്നത് നിങ്ങൾ അതങ്ങനെ പറഞ്ഞാൽ മതി. യെസ്, ആരാണ്? ഹു ഈസ് റെഡി ടു സ്പീക്ക്? വിവിനെ പറയാമോ? വിവിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? സാറേ എന്റെ ഓണം ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞു വിടുവായിരുന്നു. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നും കുറവായോണ്ട് വീട്ടിൽ തന്നെ ആഘോഷിച്ചു. ഓക്കെ, അതിനെന്താ ഇംഗ്ലീഷിൽ പറഞ്ഞേ? ഇംഗ്ലീഷിലോ? രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് തുടങ്ങി പറഞ്ഞു? അവിടെ നോക്കി പറഞ്ഞു. I woke up at 6 o'clock, 6 a.m. Okay, very good. അത് കഴിഞ്ഞതിന് ശേഷം Then after then about 9 o'clock I took bath. Then I went for breakfast. I ate breakfast at 9:30. Okay. Then പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യായിരുന്നു? TV കാണായിരുന്നു, മൊബൈൽ നോക്കിയിരുന്നു, അതുകൂടെ പറഞ്ഞു. Then after having breakfast, I began to scroll in the mobile phone. Okay. And then about 1 p.m. I had lunch. Ona Sadhya. Okay, Ona Sadhya. And after lunch, what? ഉറങ്ങുകയായിരുന്നു, വീണ്ടും മൊബൈൽ നോക്കിയായിരുന്നു? After having Ona Sadhya, I got tired and went for sleep. Okay. Yes. Okay. In the evening, എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? Evening, then after 4 o'clock, I watched television. I watched television. Okay. About when you compare your previous Onam, what do you feel the Onam of 2024? കഴിഞ്ഞ ഓണവുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഓണത്തെ കുറിച്ചുള്ള വിവിധ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു? There was a difference between difference between last year and this year, because last year I had Ona Sadhya outside my house. I went to a hotel. In Tiruvallaya. Okay. This year you had Ona Sadhya from your house. Yeah. Yes. Okay. But that is very happy thing. Okay. Yeah. Yes. Nice. Okay, very good. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് പക്കലം പറഞ്ഞില്ലേ? Okay, very good. Okay. അപ്പൊ വിവിൻ പറഞ്ഞതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എങ്കിലും അർത്ഥം ആരെങ്കിലും വേണമെന്ന്? Yes, Jayalakshmi, are you ready? Yes, your Onam celebration. How did you celebrate your Onam? Yes, എവിടെ ആരും വരുന്നില്ല. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് റെഡിയായിട്ട് നിൽക്കാൻ പറയൂല, കാരണം അതിന് ആരും റെഡിയായിട്ട് വരുന്നില്ലല്ലോ. ഞാൻ പറയാം. Yes, very good. പറഞ്ഞു. This Onam was very special to us because we celebrated Onam with my husband after 3 years. Okay. And this Onam, my younger daughter's first Onam with her father. Oh yes, okay. I woke up 6 o'clock in the morning. After taking a shower, I prepared breakfast. Then we had the breakfast. After that, I bathed my children. Okay. Then me and my mother-in-law prepared Onam Sadhya. Yes, okay. After lunch, I put my daughter to sleep. Yes. And me also slept for a while.
Okay. After woke up from sleep, we were ready to go to my home. Yes. On the way, we visited the mall for a small purchasing. Okay. My sister and her family also gathered there. Okay. Then we went to the beach. Okay. And then returned to home. And we talked for a while. After her dinner, Okay. we cleaned the kitchen, and then we went to sleep. Okay. Very good, very good. Aparna, very good, very good. Okay, okay, okay. Thank you. Live and okay, very good, very good. Okay. Thank you. Hey, after Aparna. Aparna പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞാൽ മതി. Yes. ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് പറയാം, അടുത്താണെന്ന് പറയാ, നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുക അല്ലേ? യെസ്, ഓക്കെ, നടക്കട്ടെ. Sir, ഞാൻ try. Yes, okay. Sharafinnisa, പറയൂ. My Onam celebration with my neighbor. Okay. Onam day morning after my daily routine, I went to their house and I helped them to make sadhya. Oh, yes. We Okay. made rice, avial, thoran, sambar, bappadam, payasam, etc. Then we Okay. had lunch. Okay. Then after lunch, I returned to my home at 2 p.m. Okay. That's it, sir. Okay, very good, very good. That was my own celebration. Okay. Yes, okay, okay. ഇത് അറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് അറിയാമെങ്കിൽ പിന്നെ താമസിച്ചത്. യെസ്, വേറെ ആരെങ്കിലും ആദ്യം പറയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? യെസ്, ഓക്കെ, 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 ഓക്കെ. ഇനി ക്വിസ് ടെസ്റ്റ് ഇതേപോലെ അന്ന് നടന്ന സംഭവം, ഉച്ചവരെയുള്ള സംഭവം ഇങ്ങനെ പറയാൻ പറ്റുന്ന ആരെങ്കിലും? Sir, ഞാൻ പറയാം. Okay, okay, Nasiya, you tell. Onam is one of my favorite festival. Very good, very good. I wake up early, 6 o'clock in the morning. Okay. Made my breakfast. Okay. After that, I make lunch. Okay. At 4 o'clock, we went to airport to pick my husband. Okay. We had lunch from outside. Okay. That's it, sir. That is all. Hello. Yes. Conclusion വല്ലതും ഉണ്ടോ? Conclusion? Conclusion? Yes, sir. അത്രേ ഉള്ളൂ. Okay, okay, okay. Very good, very good, very good. Yes, very good, Nasiya. Very good, very good. Okay. Yes, ഇതുപോലെ നിങ്ങൾ അങ്ങോട്ട് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയുക. പറഞ്ഞെങ്കിൽ മാത്രമേ റെഡി ആവുള്ളൂ കേട്ടോ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനി ഇതുപോലെ നിങ്ങൾ പറയാനായിട്ടൊരു വേദി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും. ഇത് പറയുമ്പോൾ ആരെങ്കിലും ഒന്ന് കേൾക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? ഞാൻ ആഗ്രഹിക്കും. യെസ്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം. പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കാം. ഈ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലെ വോയിസ് റെക്കോർഡ് ഓൺ ആക്കുക. വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ആ വോയിസ് റെക്കോർഡിലാണ് പറയുക. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞത് പോലെ അത് ചെയ്യും. കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു നിങ്ങളുടെ മുഖത്തിൽ എക്സ്പ്രഷൻ വരും. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. എന്നിട്ട് ഒന്നുകൂടി പറയും. ഒന്നുകൂടി പറഞ്ഞിട്ട് അത് ഒന്നുകൂടി കേട്ട് നോക്കുക. അപ്പോ നിങ്ങൾക്ക് തോന്നും ആദ്യത്തേക്കാളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി പറയാം. അതൊന്ന് കേട്ട് നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളിത് എഴുതി വെച്ചിട്ട് പറയുന്നതും നിങ്ങൾ തന്നെ ആ വോയിസ് റെക്കോർഡിൽ പറഞ്ഞ് അത് കേട്ടിട്ട് വീണ്ടും പറയുന്നതും തമ്മിൽ വ്യത്യാസം. അത് നിങ്ങൾ അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ട് ഇടക്കിടക്ക് മൊബൈൽ കയ്യിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തെ കുറിച്ച് അങ്ങോട്ട് വെറുതെ ഒന്ന് പറയാം. അതൊന്ന് കേട്ടു നോക്കുക. എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് അന്ന് നടന്ന സംഭവത്തെ കുറിച്ച് വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ടൊന്നും പറയാം. കേട്ടു നോക്കുക. അപ്പോ മൊബൈലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിന് അതുകൂടി ഒന്ന് ചെയ്യാൻ പറ്റൂലേ? ഇവിടെ തുടങ്ങി അതുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ചും കൂടി ഒന്ന് സ്റ്റൈലായിട്ട് പറയാം.
അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി സ്റ്റൈലാക്കി പറയും. അങ്ങനെ ഒരുപക്ഷെ നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നിങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ടാവും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ ആ കഴിവ് നിങ്ങൾ ഒഴിഞ്ഞ് അപ്പൊ അത് നിങ്ങൾ വേറെ ആരെയും കേൾപ്പിക്കാൻ പോകണ്ട, നിങ്ങൾ തന്നെ കേട്ടാൽ മതി. യു ആർ ദ ജഡ്ജ് ഓഫ് യുവർ ഓൺ. നിങ്ങളാണ് നിങ്ങളുടെ വിധികർത്താവ്. നമ്മളാണ് നമ്മുടെ വിധി സൃഷ്ടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നു, നമ്മൾ തന്നെ വിധി പറയുന്നു, നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എനിബഡി ക്യാൻ സേ യുവർ ഓൺ സെലിബ്രേഷൻ റിഗാർഡിംഗ് യുവർ ഓൺ സെലിബ്രേഷൻ. Yes, sir. യെസ്, അനീഷ, വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോളൂ അനീഷ. I wake up late in Onam day because Okay. I'm not well. Then I prepare breakfast. Then I slept till 12 o'clock. യെസ്, Then I wake up and I prepare delicious sadhya with payasam. ഓക്കെ, And I watched movie. യെസ്, And I slept. സ്ലെപ്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. Okay, sir. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. യെസ്, ഇനി ആർക്കാണ് മനസ്സിൽ ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നത്? യെസ്, നോബഡി. അപ്പൊ നമുക്കിനി ഗ്രാമറിലോട്ട് മടങ്ങി വരാം. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാല് ഒന്ന് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം സൂചിപ്പിക്കുക. ഓക്കെ, 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 റെഡി. അപ്പോ ഞാനിനി വീണ്ടും നമ്മൾ പറഞ്ഞു നിർത്തിയ ഗ്രാമറിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഓക്കെ, ഇതിനെ പറഞ്ഞ് നമ്മൾ നിർത്തിയത്. Am I right? ഓക്കെ, 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 ഓക്കെ. അപ്പൊ നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് അറിയാം. അതുകൊണ്ട് ഒരു എളുപ്പമുള്ള ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഒരു എളുപ്പമുള്ള ഒരു സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ഞാൻ പറയുക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. They took took the books an hour ago. ago. ഒന്നുകൂടി പറയാം. They took the books an hour ago. Books and BOOKS, books an hour ago. ഓക്കെ, ഇതിന്റെ പാസീവ് വോയിസ് ഒന്ന് എഴുതി. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഓക്കെ, ആ പറഞ്ഞാൽ കറക്റ്റ് ആണ്. ജോബി കറക്റ്റ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ചെറിയ മിസ്റ്റേക്ക്. ടുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതെങ്കിലും അത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ജോബി അത് കറക്റ്റ്. ഓക്കെ, യെസ്. ഓക്കെ, 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 ശരിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോ ബുക്സ് ആയിരുന്നു, ഇത് ബുക്കാണ് എഴുതിയാണ്. ബുക്ക് വെച്ച് എഴുതിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ, നോക്കിയാൽ ഇത് ബുക്സ് ആണ്, ബുക്സ്. കാരണം ബുക്ക് ആണെങ്കിൽ വാസ വരുള്ളൂ, ബുക്സ് ആണെന്നുള്ള വേറെ തന്നെ. ഓക്കെ, ബുക്സ്. ഓക്കെ, 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 ഓക്കെ. ഓക്കെ സുമി, ശരിയാണ്.
യെസ്. ഇനി ആരെങ്കിലും? ഓക്കെ. ശിവഷ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഞാൻ പറഞ്ഞത് എളുപ്പമുള്ളത് പറഞ്ഞത് നിങ്ങൾ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എഴുതുന്നത് മറന്നു പോയിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ആലോചിച്ച് ചെയ്താൽ മതി. സിമ്പിൾ ആണ്, കുറച്ചുകൂടി ആലോചിച്ച് ചെയ്താൽ മതി. നോക്കിയേ, ചോദ്യം ഇതാണ്: Did you believe BELIEVE? Did you believe them? THEM them. ഒന്നുകൂടി പറയാം. Did 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 you 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 believe 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 them THEM them. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഇതൊരു ചോദ്യമാണ്. ഡിഡ് യു ബിലീവ് ദം? നിങ്ങൾ അവരെ വിശ്വസിച്ചോ? ഓക്കെ. അതിന്റെ പാസീവ് വോയിസ് എഴുതി. തന്നിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിന്റെ പാസീവ് വോയിസും ചോദ്യമായിരിക്കണം. ഇത് ശ്രദ്ധിച്ചാൽ മതി. ഈ മോഡൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. സുമി, ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചാലും മിസ്റ്റേക്ക് പറ്റിപ്പോയി. ആരെ ആൻസർ കിട്ടും? അവരെ. അതാണ് ഓബ്ജക്റ്റ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഓബ്ജക്റ്റ്. ആം വരുന്നത് ഇതിനകത്താണ്. പ്രസന്റ്, സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിലാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. കാരണം ഡിഡ് വന്നിട്ടുണ്ട്. ഡിഡ് വന്നു കഴിഞ്ഞാല് അത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചിന്തിക്കും. ഡയാന കറക്റ്റ് ആണ്, പക്ഷെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയില്ല. ഓക്കെ, ഓക്കെ. ഷർഫുൽ നിസാർ ഇപ്പൊ കറക്റ്റ് ആയി. മുഹസിയ വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കും. വിനീത വാസ് അല്ലെങ്കിൽ വേറെ. ഓക്കെ. ജോബി കറക്റ്റ് ആണ്. ആ വേറെ സ്പെല്ലിംഗ് WER എന്നൊക്കെയാണ്. ഡയാന കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. രാധിക കറക്റ്റ് ആണ്. അപർണ കറക്റ്റ് ആണ്. വിനീത കറക്റ്റ് ആണ്. സുഷ ഒബ്ജക്റ്റ് ആണ് ദേ. അപ്പൊ അത് ഇങ്ങോട്ട് മാറും ദം. അത് കണ്ടുപിടിച്ചാൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യും. വിപിൻ ശരിയാണ്. യെസ്. അടുത്തത് ഇനി ആരെങ്കിലും?
എനിബഡി? ഓക്കെ, ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് പറയാം. ഓക്കെ, ഇത് അനിൽകുമാർ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. യെസ്, ഞാൻ ഇതിന്റെ ആൻസർ ഒന്ന് പറയാം. ഡിഡ് യു സുഷ കറക്റ്റ് ആണ്. ഡിഡ് യു ബിലീവ് ദം? നിങ്ങൾ അവരെ വിശ്വസിച്ചു. ആരെ വിശ്വസിച്ചു? ആരെ? അവരെ. അപ്പൊ ദം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആ ദം എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ദേ എന്ന് മാറ്റാം. ദേയുടെ കൂടെ വാസ് വരും, വേറെ വരും. അപ്പൊ ഇനി ബിലീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിലീവ്ഡ്. ഓക്കെ എം കറക്റ്റ് ആണ്. അപ്പൊ ദേ വേർ ബിലീവ്ഡ്. ഇനി തന്നിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, അതുകൊണ്ട് ഇതൊന്നൊരു ചോദ്യമാക്കുക. ഡിഡ് ആദ്യം വന്നതുപോലെ ഇത് വേറെ ആദ്യം പറയും. വേർ ദേ ബിലീവ്ഡ് അല്ലെങ്കിൽ വേർ ദേ ബിലീവ്ഡ് ബൈ യു. ഇവിടെ ഒന്ന് രണ്ട് പേര് ഈസ് ആർ ചേർത്ത് അവര് സംശയിച്ച കാര്യം ഞാൻ പറയാം. ബിലീവ് എന്ന് പറയുന്ന വേർഡ് കണ്ടു കഴിഞ്ഞപ്പോ അവരത് വിചാരിച്ചു പ്രസന്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു. അതാണ് ഒന്ന് രണ്ട് പേര് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർത്ത് എഴുതിയത്. അപ്പൊ അവരോട് പറയാൻ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന വാചകത്തിൽ ഡിറ്റ് ഉണ്ട്. ഡിറ്റും പ്രസന്റ് ടെൻസും കൂടെ വന്നിരിക്കുന്നതെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് കരുതിക്കൊള്ളണം. ഡിറ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ്. അപ്പൊ ഗോ പ്രസന്റ് ടെൻസ് ആണ്. ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെന്റ് എന്നാണ്. ഡിഡ് ഗോ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. ഡിഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ടുക്ക് എന്നുള്ള അർത്ഥമാണ്. ടുക്ക്. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ് ആണെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ബിലീവ് എന്ന് പറയുന്ന വാക്കുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സാമാർ എഴുതണ്ട, കാരണം ആ സെന്റൻസിൽ ഡിഡ് കിടപ്പുണ്ട്. അതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് കരുതുന്നത്. ഓക്കെ, അടുത്തത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഡിഡിന്റ് DIDN apostrophe T. Didn't anybody 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 give 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 the food? ഒന്നുകൂടി പറയാം. Didn't anybody give the food? അപ്പൊ നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചേ, ഇത് ഡിഡ് ആദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചോദ്യമാണ്. ഇനി ഒരു എൻ അപ്പോസ്ട്രോഫി ടി ഉണ്ട്. അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യനുമാണ്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ആണ്. ഓക്കെ, ആലോചിച്ചു. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കി. ഡിഡിന്റ് എനിബഡി ഗീവ് ദ ഫുഡ്? മാറ്റനെ യെസ്. Okay. I will tell you. Okay. I will tell you. Okay. Yes. Didn't anybody ANYBODY didn't anybody give 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 the food? Didn't anybody give the food? DIDN apostrophe T. Didn't anybody 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 give the food? FOD food. And a question mark. Okay. അപർണ കറക്റ്റ് ആണ്. ആ ഫുഡ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പഴത്തേക്ക് മാറ്റിയിട്ട് അപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ.
Okay, Vinita, very good. Okay. You be correct. Okay, Rimya correct. Abarna correct. Illa Vipin correct. Diana correct. Yes. Okay. Here, okay, Susha correct. Correct. Very good. Needu correct. Correct. Okay, Lakshmi correct. Okay. Shabrunisa correct. Okay. Adira correct. Yes, correct. Now, I answer to Paraya. Didn't anybody give the food? In the Godato, food the Godato. Food the Namka, in that object identity, food. Food in the Goda was very was very food to was. You know, didn't not an end. Food was not. Food was not. Give in the later past participle given. Food was not given. Wasn't not a medical wasn't. The food wasn't given. Wasn't. This is a choice. Chodyatile didn't Adimanaki, verb Adimanaki. Otherwise, isn't a verb Madi Parega. Apa wasn't the food given? Okay, wasn't the food given? Okay, or nobody, simple. They did not receive RECEIVE, receive the parcel. PARCEL, parcel. They did not receive the parcel. Okay, let me pray. They did not, DID, did not, 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 receive, RECE, ശരിയാണ് വിനീത, CEIVE, receive the parcel, PARCEL, parcel. Okay. Okay, Rimya, okay, Aparna, okay, Joby. Okay, Tilla. Okay, Diana, correct. Yes. Okay, Shusha. Okay, Sumi. Okay, Rimya. Okay, anybody? Yes, എല്ലാവരും കഴിഞ്ഞോ? Okay, ഒരെണ്ണം കൂടി പറയാം. They did not write the letters, LETTERS,
ERS. They did not write the letters. They did not write, W-R-I-T, write the letters. ജോബി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയ ചെറിയൊരു മിസ്റ്റേക്ക് അത് കറക്റ്റ് ചെയ്തേ. വിനീത പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതിയേക്കുന്ന ലെറ്റേഴ്സ് ആണ്, പോസിറ്റീവ്സ് അല്ല, പ്ലൂറൽ ആണ്. ഓക്കെ, വൃന്ദ ലെറ്റേഴ്സ് ആണ്, അപ്പോ പ്ലൂറലായി. ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി, വെറുപ്പ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ആ ഓക്കെ ജോബി, ഇപ്പൊ കറക്റ്റ് ആയി. ആ ഓക്കെ സുമി കറക്റ്റ് ആണ്. ഷഫുണ്ടീസ കറക്റ്റ് ആണ്. രമ്യ കറക്റ്റ് ആണ്. ശുഷ കറക്റ്റ് ആണ്. വിനീത കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഡയാന കറക്റ്റ് ആണ്. ദില്ല ബീബിന് കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, അനുശ്രീ കറക്റ്റ് ആണ്. യെസ്. ഇനി ആരെങ്കിലും? യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി പറയാം. നോക്കിയേ, they did not write the letters. ലെറ്റേഴ്സ് ആണ് ഓബ്ജക്റ്റ്. എന്താണ്? ലെറ്റേഴ്സ്. അത് നമ്മൾ എഴുതി. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോസ്ട്രോഫീസ് അല്ല, ലെറ്റേഴ്സ് സിംഗുലർ എന്നുള്ളതിന്റെ പ്ലൂറലാണ് ലെറ്റേഴ്സ്. അപ്പൊ ലെറ്റേഴ്സ്, അപ്പൊ വാസ് വരും, വേറെ വരും, വേറെ വരും. ലെറ്റേഴ്സ് വേർ. ഡിഡ് നോട്ട് എന്നുള്ളതിൽ ആ നോട്ട്. അപ്പൊ ലെറ്റേഴ്സ് വേർ നോട്ട്. ലെറ്റേഴ്സ് വേർ നോട്ട്. ഇനി റൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മിക്കവരും കുറച്ച് പേര് ആദ്യം റോട്ട് എന്ന് എഴുതി. റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റ്, റോട്ട്, റിട്ടേൺ ആണ്. അപ്പോ റിട്ടേൺ. ഓക്കെ ഓക്കെ, രമ്യ കറക്റ്റ് ആണ്. റിട്ടേൺ. അപ്പോ ലെറ്റേഴ്സ് വേർ നോട്ട് റിട്ടേൺ. ലെറ്റേഴ്സ് വേർ നോട്ട് റിട്ടേൺ. ഞാനൊന്ന് ചോദിക്കട്ടെ, ദേ ഡിഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് എന്നുള്ളതിന് പകരം ദേ ഡിഡ് നോട്ട് റൈറ്റ് ലെറ്റർ എന്നാണെങ്കിൽ ആയിരുന്നെങ്കിലോ എന്ത് വരും? ലെറ്റർ എന്നായിരുന്നെങ്കിൽ അപ്പൊ വാസ് വരും. ഓക്കെ ഓക്കെ, അപ്പൊ വാസ് നോട്ട് എന്ന് വന്നല്ലേ. ഓക്കെ ഓക്കെ, വാസിന്റെ ഓക്കെ 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 ശരി. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ആ ഓബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ ഓബ്ജക്റ്റ് സിംഗുലർ ആണ് പ്ലൂറൽ ആണ് എന്നൊക്കെ കാര്യം ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, അനുശ്രീ ഓക്കെ കറക്റ്റ് ആണ്. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഓക്കെ ഓക്കെ ശിക്ഷ കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മള് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ വരെയുള്ള ടെൻസ് പറഞ്ഞു. അതിൽ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസ് എങ്ങനെ എഴുതണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സോ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇനി ആർക്കെങ്കിലും ഓണത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ഒരു അവസരം തരാം. സമയമായതുകൊണ്ട് നിങ്ങളത് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക. പറഞ്ഞു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞോളൂ. Did anybody give the food എന്ന് എഴുതിയേക്കുന്നത് was in the food given by anybody എന്നാണ്. പക്ഷേ അത് where not anybody given the food എന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റാണ്, തെറ്റാണ്. ഓക്കെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ട് എടുത്താൽ മതി. ഫുഡ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് അതന്നെ. നിങ്ങളപ്പോ ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ ഫാൾട്ടുകൾ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പൊ പറയുമ്പോ തന്നെ നിങ്ങളത് മടി കൂടാണ്ട് അങ്ങോട്ട് ചെയ്യുക, സഹകരിക്കുക, ചെയ്യുക.
ഈസ് ഫോർ യുവർ നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ ഒരു ഫ്ലുവൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് വിശ്വാസം കൂടി നിങ്ങൾക്ക് ഉണ്ടാവുക. സോ wish you all the best. We will meet in the next class. Okay. Okay. Thank you, sir. Okay, welcome. Thank you, sir. Okay. Okay, Sumi. Thank you, sir. Okay.